പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുകയും ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് കൃപാസനം പ്രത്യക്ഷ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകമായിട്ട് ഈശോയ്ക്കും ദിവ്യകാരുണ്യ ഈശോയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ തിരുമണിക്കൂറിലേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഈ തിരുമണി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമ്മുടെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂറിൽ വലിയ അഭിഷേകം ഉണ്ടാകുവാനും ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി പതിക്കുവാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളെയും ഈ തിരുമണിക്കൂറുകളെല്ലാം
നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് അഭിഷേകമായിട്ട് അഗ്നിയായിട്ട് സൗഖ്യമായ അനുഭവമാകും. ഇരുകാരങ്ങൾ ഉയർത്തി നമുക്ക് ദിവ്യകാരനാഥനെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ അഭിഷേകം അഗ്നിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. യേശുവേ ഈ തിരുമണിക്കൂറിൽ അങ്ങ് ഞങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ. അഗ്നി ഇറങ്ങി, അഭിഷേകത്തിന് അഗ്നി ഇറങ്ങണമേ. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മളുടെ വിവിധ ആവശ്യങ്ങൾ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റിലൂടെയും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ നിയോഗങ്ങൾ, ഇന്നാദ്യമായി ഇവിടെ കടന്ന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ, ഇത്രനാൾ വരെയും ഉടമ്പടിയിലൂടെ നടന്ന് നീങ്ങുമ്പോഴും ലഭിക്കാതെ പോകുന്ന ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. നമ്മൾ സമർപ്പിച്ചിട്ട് ഇതുവരെ നമുക്കത് ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂറും ഈ കൃപാസനത്തിനെയും ഓരോ ശുശ്രൂഷ മേഖലകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടുത്തെ ഓരോ ശുശ്രൂഷ അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ കടന്നു വരുന്ന അനേകായിരങ്ങൾ അവർക്കെല്ലാം ആശ്വാസം ലഭിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മൗനമായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമ്മുടെ നാഥൻ നമ്മുടെ മുന്നിലായിരിക്കുന്ന ദിവ്യാനീശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ ദിനത്തിലെ വലിയ രോഗശാന്തികൾ ഉണ്ടാകുവാൻ, വലിയ വിടുതലുണ്ടാകുവാൻ, ഈ ദിനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന കണ്ണീരുകളൊക്കെ ഏറ്റെടുത്ത് അവയെല്ലാം യേശു അനുഗ്രഹമാക്കി കൃപയാക്കി നമുക്ക് നൽകാൻ, അഭിഷേകത്തിന്റെ ദിനമാക്കി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഈ തിരുമണിക്കൂറിലൂടെ കടന്നു പോകുവാനും നമ്മുടെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഈ ദിവസം ഉത്തരം നൽകാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉടമ്പടിയുടെ ഒരു അനുഗ്രഹ
പ്രക്രിയ ഇതേക്കുറിച്ചാണ് ഇപ്പോഴ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ചിലർക്ക് ഉടമ്പടി പുതുക്കുമ്പോഴാണ് പുതിയ അനുഭവത്വവും അടയാളവും ഒക്കെ ലഭിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉടമ്പടിയുടെ ഒരു പ്രയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാഗിക ബോധ്യവും പൂർണ്ണ ബോധ്യവും നമ്മൾ രണ്ട് കഷ്ണങ്ങളുണ്ട്. ബോധ്യം ഒരു പ്രശ്നമാണ്. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇത് കത്തണത് എപ്പോഴും നമ്മുടെ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എന്ത് ബോധ്യമുണ്ട്. ഇപ്പോഴ് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വചനം റോമ 4:21. റോമ 4:21. എങ്ങനെയാണ് ഉടമ്പടി പെട്ടെന്ന് ഫയറാകുന്നതെന്ന് നമ്മൾ നോക്കണം. നമ്മളങ്ങനെ ഓരോ നോഹവുകൾ, ഇതുപോലെ ജ്ഞാനസൂത്രങ്ങൾ, ഉടമ്പടി കത്തിക്കുന്ന ഓരോരോ മെത്തേഡുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥം നൽകണ. നമ്മളതൊന്ന് വളരെ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കണ പോലെ സാങ്കേതിക ജ്ഞാനത്തിന് ആവശ്യമായ ഒരു ബുദ്ധിപരമായ സൂക്ഷ്മത ഉടമ്പടി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു ഭക്തകൃത്യം എന്നതിനേക്കാളുപരി മനസ്സും ബുദ്ധിയും ആവശ്യമുള്ള ഒരു ആധ്യാത്മിക സാങ്കേതിക വിഷയം പോലെ ഉടമ്പടി അതിന്റെ ജ്ഞാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വചനം കേൾക്കാം. റോമ 4:21. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. റോമ 4:21 ഏറ്റുപറഞ്ഞ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കംപ്ലീറ്റ് കൺവിക്ഷനാണ്, നോട്ട് പാർഷ്യൽ കൺവിക്ഷൻ. നമ്മളൊക്കെ പലർക്കും വരുന്ന ഒരു ചെറിയ അബദ്ധം, ഒക്കുമായിരിക്കും അല്ലേ, ഒത്താക്കൊള്ള എന്ന് പറയത്തില്ലേ, ഒക്കുമായിരിക്കും അല്ലേ. ചിലർ ലോട്ടറി ടിക്കറ്റ് എടുക്കത്തില്ലേ, നേരത്തെ ഏജന്റുമായി പറയത്തില്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നയാൾക്ക് അടിച്ചു, പാലക്കാട് അടിച്ചു, മലപ്പുറത്ത് അടിച്ചെന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഉടമ്പടി എടുത്തിട്ട് കിട്ടിയ അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്താക്കൊള്ളാം കിട്ടിയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കും. ഇത് ഞാൻ പറയണത് ഇത് പാപമാണ് അങ്ങനെ ചെയ്യണത്. അല്ലാതെ എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ വന്ന് ഇരന്ന് പണി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കാര്യം നിങ്ങൾ ആരോടാണ് കളിക്കണത്? ദൈവത്തോടാണ്. അവിടെ പ്രശ്നം. കിട്ടിയ ഇപ്പം മനുഷ്യരോടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാര്യം മനുഷ്യൻ്റെ അസത്യമുണ്ട്, നുണയുണ്ട്, സത്യമുണ്ട്. പക്ഷേ ദൈവത്തിൽ കളങ്കമില്ലാത്ത കാരണം, കളങ്കമില്ലാത്ത ദൈവത്തെ നിങ്ങൾ സംശയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് പിശാസിൻ്റെ റാങ്കാണ്. പിശാസാണ് അങ്ങനെ ചെയ്യണത്. വളരെ സീരിയസ് വിഷയമാണിത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യമായ അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നെന്നുള്ള
ആഴമായ ബോധ്യത്താൽ പൂർണ്ണമായ ബോധ്യത്താൽ അബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പൂർണ്ണമായ ബോധ്യം, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഈ കംപ്ലീറ്റ് കൺവിക്ഷൻ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ വിഷയത്തിന് വെക്കുന്ന ഓരോ വിഷയത്തിന് സാക്ഷ്യം പറയുന്ന ആൾക്കാരുടെ സാക്ഷ്യങ്ങൾക്ക് മനസ്സിലാകും. അവരതിൻ്റെ അകത്ത് പൂർണ്ണമായി മനസ്സർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഡൗട്ടില്ല. ഇത്തിരി കാലങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വന്നായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് ഈ ദിവസങ്ങളിൽ ഞാൻ വെളുപ്പിന് കേട്ട സാക്ഷ്യമാണ്. അവരുടെ പേരിന് മേരി ഗ്രെയിൻ. അവരുടെ സാക്ഷ്യം, അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ആയുർവേദിക് കോളേജിൽ അവർക്ക് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടണം. അതാണ് വിഷയം. കാരണം ആയുർവേദിക് കോളേജിൽ അഡ്മിഷനൊക്കെ ആർക്ക് വേണമെങ്കിൽ കിട്ടും. ആർക്ക് വേണമെന്നല്ല, ഒരു 85% സ്കോറിങ്ങൊക്കെ വന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയാണ്. സീറ്റ് കുറവാണ്. ഇത് ഗ്രാജുവേഷനാണ് കിട്ടേണ്ടത്. പക്ഷേ അവളുടെ കപ്പാസിറ്റി അനുസരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല. അവരുടെ ബോധ്യം വരണത്. കാര്യം പൈസ മുടക്കിയാണല്ലോ ആൾക്കാർ എടുക്കേണ്ടത്. 45 ലക്ഷം രൂപയൊക്കെ അതിനും വരും. നമുക്കവർക്ക് MBBS മാത്രമാണ് ഗ്രാജുവേഷന് പൈസ. അല്ല, ആയുർവേദത്തിനും അങ്ങനെ തന്നെയാണ്. 35 ലക്ഷം രൂപ ഒരു ഡോക്ടർ മുടക്കിയത് എനിക്കറിയാം. അതെന്ത് പക്ഷേ ഇതിപ്പോൾ ഇവളെന്താ പറയണത്, അങ്ങനെ മുടക്കാൻ എനിക്ക് കാശില്ല, വീട്ടിൽ കാശില്ല, ഞങ്ങൾക്ക് കടങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അമ്മ തന്നെ എനിക്കത് ചെയ്തു തരണം. ഓൾ ഇന്ത്യയിലാണ് 5 സീറ്റേ ഉള്ളൂ. ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ തന്നെ അങ്ങനെയാണ്. ഓൾ ഇന്ത്യയിലാണ് 5 സീറ്റേ ഉള്ളൂ. 5ാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ ചെറിയ ഹോപ്പെങ്കിലും ഉള്ളൂ. 5ാമത്തെ റാങ്കിൽ വന്ന് പെട്ടാൽ പൈസ ഇങ്ങോട്ട് കിട്ടണ്ടേ, സ്റ്റൈഫൻഡ് നമുക്ക് തന്നിട്ട് അല്ലേ പഠിക്കണ്ടേ. അപ്പം അങ്ങനെ ചിന്തിക്കാനും സങ്കല്പിക്കാനും ആഗ്രഹിക്കാനും ഉടമ്പടി എന്തുമാത്രം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വേറെ നമുക്ക് മെരിറ്റില്ല. അമ്മ വിചാരിച്ച എന്നെ 5ാം റാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് അവരുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കൊക്കെ കുറേ പരാജയങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എപ്പോഴും ഓർത്തേക്കണം. ഇടയ്ക്കൊക്കെ പരാജയങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് വരുന്നത് ഇടയ്ക്കൊന്ന് പരാജയം എന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഉടമ്പടിയുടെ അകത്ത് ഒരു സെക്ഷനിൽ പരാജയമുണ്ട്. ഈ പരാജയം നമ്മൾ ആദ്യമേ തന്നെ മുൻകൂട്ടി കാണണം. കാര്യം അല്ലാതെ ഇതെല്ലാം മൊത്തം വിജയമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില ആൾക്കാർ മുങ്ങിപ്പോയാലും പിന്നെയും 2 കയ്യിൽ നിന്ന് എടുത്ത് തുഴഞ്ഞ് പിന്നെയും കയറും. കാര്യം എന്താണ്, മാതാവ് അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന് അവർക്ക് ആന്തരിക ബോധ്യമുണ്ടാവും. അവസാനം കൊണ്ടുപോയി ഇത് ശരിയാക്കുമെന്ന്. എന്താ പരാജയം എന്ന് അച്ഛൻ പറഞ്ഞത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മുടെ നടപടി ഇല്ലേ, ഹെബ്രായ ലേഖനം എടുത്തേ. ഹെബ്രായ ലേഖനം 10:36. മക്കളെ സ്തുതിച്ചേണ്ടേ. ഹെബ്രായർ 10:36. ഹെബ്രായ ലേഖനം 10:36. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി. എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ
ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പൊ ഈ സഹനത്തിന് ഒരു റോളുണ്ട് ഇവിടെ. എപ്പോഴായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് സഹനത്തിൻ്റെ ഒരു കാലാവസ്ഥ ഉറപ്പാണ്. നിങ്ങളുടെ രോഗസൗഖ്യത്തിനായാലും ശരി, പരീക്ഷ വിജയത്തിനായാലും, ജോലിക്കായാലും, ജപ്തി നടപടി രക്ഷപ്പെടാനായാലും ഇതിൻ്റെ അകത്ത് ഒരു കാലഘട്ടം സഹനത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണത്? സഹനത്തിൻ്റെ കാലഘട്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹനത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഇല്ല, മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കിത് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ പ്രാപിക്കണത്. കാര്യം ഓൾറെഡി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം വാഗ്ദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ കൈയും കഴുകി അങ്ങനെ ആരെങ്കിലും നമുക്ക് മുമ്പിൽ കൊണ്ടൊന്ന് ഇലയിടുമെന്ന് ആരും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാനേ കൈ കഴുകി ചെല്ലുമ്പോൾ തന്നെ ഇലയിടുമെന്ന് ആരും വിചാരിക്കരുത്. അതിന് സഹനശക്തി ആവശ്യമാണ്. കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ സഹനശക്തിയുടെ കാര്യങ്ങൾ വരുമ്പോ എവിടെയെങ്കിലും ഉടമ്പടി ഒന്ന് ഉടക്കി നിൽക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ അതോടുകൂടി ഡൗൺ ആകരുത്. പ്രാർത്ഥന കുറച്ച്, സൽപ്രവൃത്തികൾ കുറച്ച്, കുർബാന കുറച്ച്, ആൾക്കാരോട് സംസാരിക്കുന്ന കുറച്ച്, ഇങ്ങനെ പിന്നെ നിങ്ങളിലേക്ക് തന്നെ ഒരു പരാജിത പിൻവലിയുന്ന രീതിയിൽ വന്നാൽ ഒരു കുഴപ്പമുണ്ട്. നാളെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരും. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ഈ നെഗറ്റീവ് മാർക്ക് കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പരീക്ഷയ്ക്കൊക്കെ കറുപ്പിക്കത്തില്ലേ നിങ്ങളെ? പരീക്ഷയ്ക്ക് തെറ്റ് നമ്മളെ ശരി കറുപ്പിക്കാൻ വേണ്ടി പറയത്തില്ലേ? അപ്പോഴെന്നാ സംഭവിക്കണം? ചില സമയത്ത് ഡാർക്കൻ ചെയ്യുമ്പോൾ ആ ഡാർക്കൻ ചെയ്യണത് തെറ്റാണെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടത്തില്ല. പക്ഷേ ആധ്യാത്മികതയിൽ അങ്ങനെയല്ല. സത്യമായ ദൈവത്തോടാണ് ഇടപെടുന്ന കാരണം നിങ്ങൾ ഡാർക്കൻ ചിന്തിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതിരിക്കണമല്ല, നെഗറ്റീവ് മാർക്ക് വരുവോടെ. എൻ്റെ അമ്മ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് കേട്ടോ. അതായത് നിങ്ങൾ ദൈവത്തോടല്ലേ കളിക്കണത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവത്തിലാണ് ദൈവം ഇടപെടുന്നത്? നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് മൂന്ന് അവസ്ഥകളിലേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ ഫെയ്ത്ത്, ഹോപ്പ്, പ്രത്യാശ, അല്ലെങ്കിൽ ദൈവസ്നേഹം. ഈ 3 പുണ്യങ്ങൾ വെച്ചുകൊണ്ടേ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും ഒരെണ്ണത്തിൻ്റെ പമ്മിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസം കുറവാണെന്നാണ്, അല്ലെങ്കിൽ പ്രത്യാശ കുറവാണെന്നാണ്. ഏറ്റവും പ്രശ്നം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാത്ത വല്ല പ്രശ്നം നെഗറ്റീവായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നു. പിന്നെ ഇത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഇത്രയും നാൾ ഞാൻ ദൈവത്തോടുകൂടി ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ്? ദൈവത്തോട് ഇടപെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും സങ്കീർണം കാര്യം. അത് ഒന്നാമതൊരു ബുദ്ധിപരമായ ഒരു ഏർപ്പാടാണ്. അവിടെ ഇമോഷൻസിനൊന്നും
നമ്മൾ ഈ കരിഞ്ഞ കണ്ണീരും അതുപോലെ തന്നെ കുറേ തരത്തിലുള്ള പാരവശ്യങ്ങൾക്കൊന്നും ദൈവത്തിൻ്റെ ദൃശ്യം ഒരു വിലയുമില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം ഈ കണ്ണീരൊക്കെ ചുമ്മാ കള്ളത്തരമാണെന്നും ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം ഒരു അഭിനയമാണെന്നൊക്കെ ദൈവത്തിന് അറിയാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്ത് സംഭവമാണെങ്കിലും സത്യസന്ധമായിരിക്കണം കർത്തൃസന്നിധിയിൽ. ഇപ്പം ചില സമയത്തൊരു സഹനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തെ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ഞങ്ങൾ ഉടമ്പടിക്കാലത്ത് എബ്രായ ലേഖനം 10:36 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിച്ച സഹനശക്തി ആവശ്യമായി വരുമ്പോഴേ അത്തരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ. ഇതിനകത്ത് വരുന്നൊരു വിഷയം എബ്രാഹമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. എബ്രാഹിം സബ്ജക്റ്റ് ആകുമ്പോൾ എബ്രാഹത്തിൻ്റെ കാലത്തും ഇതുപോലെയുള്ള പലതരത്തിലുള്ള സഹന സാഹചര്യങ്ങളുണ്ട്. എബ്രാഹത്തിൻ്റെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സഹന സാഹചര്യം ആരാ? സാറാ തന്നെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത് അവർ മാത്രമാണ്. അവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും അത്രയും വിടക്ക് കേട്ട സ്ത്രീയാണത്. അവർക്ക് കാറ്റഗിസം ഇല്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഖത്ത് വല്ലവരും ചിരിക്കുക. അപ്പം അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ തന്നെയും ഇതുപോലെ ഒരു ചിരി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും. സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ, ഇത് എങ്ങനെ ഒക്കും എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും. അതാണ് ചിരി, സാറായുടെ ചിരി എന്ന് പറയണം. ഈ സാറായുടെ ചിരിയുമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങളെ സമീപിക്കണമെങ്കിൽ അത് തന്നെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് സത്യസന്ധമാണോ എൻ്റെ വിശ്വാസം എന്ന് ധ്യാനാത്മകമായി ആത്മശോധന ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തെ കുറച്ചും കൂടി അങ്ങയുടെ തിരുസന്നിധിയിലെ സ്വീകാര്യമാക്കുവാൻ നിന്റെ വിശ്വാസത്തെ പുനഃക്രമീകരിക്കണമേ. തുതിക്കട്ടെ. അവിശ്വാസത്തെ പരിഹരിച്ച് ദൈവികങ്ങളോട് മറന്നിരിക്കാതെ പരിശുദ്ധ അമ്മയെ പോലെ പറയുവാൻ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമുക്ക് ഈ ചൂണ്ട ഇട്ടിട്ട് ചില ആൾക്കാർ ഈ സന്ധ്യയാകുമ്പോഴൊക്കെ ചില കുഞ്ഞു മീനിനെയൊക്കെ കോർത്ത് ചൂണ്ടയിട്ടിട്ട് എന്താ പുഴയിലെ എവിടെയും കൊണ്ടുപോയിട്ടിട്ട് പോരും അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം പോയി ചൂണ്ട കൊളുത്തിട്ടുണ്ടെന്ന് നോക്കും. ഇങ്ങനെ ചില ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നുണ്ട്. ചൂണ്ടക്കാർ ചുമ്മാ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടേക്കും. എന്നിട്ട് പിന്നെ അവർക്കിഷ്ടമുള്ള പോലെ അവർ ജീവിക്കും. മാറിക്കിടന്നുറങ്ങുകയോ
പഴയ പോലെ തോന്നി മാസമായിട്ട് ജീവിക്കുക ചെയ്തു. ഇത് ഇടയ്ക്ക് പോയി കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും, ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഇരിക്കുന്നത് ഒരു 50% ആൾക്കാർ ഈ ടൈപ്പ് ചൂണ്ടക്കാരാണ്, ഉടമ്പടി ചൂണ്ടക്കാർ. എന്നുവെച്ചാൽ കരിക്കലിന് വന്നിട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കരിക്കലെന്ന് പറയണത് ഈ സന്ധ്യയ്ക്ക് ഉള്ള സമയത്തിനാണ്. വന്നിട്ട് ഒരു ചെമ്മിനെ എന്തിനെ കോർത്ത് ചൂണ്ടയിട്ട് വെച്ചും പുഴയിലിട്ടും പോരും. എന്നിട്ട് നമ്മൾ വെളുപ്പിനെ ചെന്നിട്ട് ചൂണ്ട വലിച്ചിട്ട് മീൻ കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന അണ്ണന്മാർ പകുതിയോളം ഈ ടൈപ്പ് പാർട്ടിയാണ്, ചൂണ്ടക്കാരാണ്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരു ഉടമ്പടി എന്ന് സംഭവം എടുത്തതിന് ശേഷം പിന്നീട് അവരതിന്മേലൊന്നും ചെയ്യത്തില്ല. ആ ഉടമ്പടിയുടെ യാതൊരു നിബന്ധനകളും നോക്കത്തില്ല. നിബന്ധനകളല്ല ഉടമ്പടി ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആത്മാവെന്ന് പറയണത് ദൈവവുമായിട്ടുള്ള ആത്മാർത്ഥമായ ആന്തരികമായ ബന്ധമാണ്. ഈ ബന്ധം ഒരിക്കലും കട്ടയിലാകാതെ വളരെ സൂക്ഷ്മതയോടെ സ്നേഹോഷ്മളമായി സമർപ്പണത്തോടെ കൊണ്ടുപോയി പുരോഗമിപ്പിക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ ചൂണ്ടക്കാരെ പോലെ കൊണ്ട് ഇരയിട്ട് പൊഴിയിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് കൊത്തിയിട്ടുണ്ട, ജയിച്ചിട്ടുണ്ട്, ഓഫർ ലെറ്റർ വന്നാൽ വിസ വന്നാന്നൊക്കെ നോക്കത്തില്ലേ. ഇതുപോലുള്ള പ്രാക്കുപെട്ടവർ ഒരു കാരണവശാലും ഉടമ്പടി എടുക്കരുത്. കാര്യത്തിൽ നിങ്ങളെന്ത് തെറ്റിദ്ധരിച്ച് നിങ്ങൾക്കൊരിക്കലും വരാൻ യോഗ്യതയില്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ പിശാചിന് മറ്റൊരു അവതാരമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ദൈവത്തെ പ്രീണിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലത്തെ വേണ്ടി ഫലം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.